എലവഞ്ചേരി DMUPS കൊടുവാൾപ്പാറയിൽ താമസിക്കുന്ന സുമലതയ്ക്കും കുട്ടികൾക്കും അടച്ചുറപ്പുള്ള കൊച്ചു വീട് നിർമ്മിച്ചത് സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും PTA ഭാരവാഹികളും സന്ദർശിച്ചു. സ്കൂളിന്റെ നേതൃത്വത്തിൽ പഠനപിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ വീട് സന്ദർശിക്കുന്ന വേളയിലാണ് സുമലതയ്ക്കും 5 കുട്ടികൾക്കും താമസിക്കുവാൻ വീടില്ലെന്ന വിവരം സ്കൂൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഓലമേഞ്ഞ വെളിച്ചമില്ലാത്ത ചോർന്നൊലിക്കുന്ന ഓലപ്പുരയാണ് ഇവർക്കുണ്ടായിരുന്നത്. അധ്യാപകരും PTAയും മാനേജ്മെന്റും വിഷയം ചർച്ച ചെയ്യുകയും PTA പ്രസിഡന്റ് ചെയർമാനായും പ്രധാനാധ്യാപിക കൺവീനറായും സ്കൂൾ വികസന സമിതി രൂപീകരിക്കുകയും ചെയ്തു. സുമനസുകളിൽ നിന്ന് ലഭിച്ച സാമ്പത്തിക സഹായം 1,50,000 രൂപയും സൗജന്യമായി ലഭിച്ച വീട് നിർമ്മാണ സാമഗ്രികളും ഉപയോഗിച്ചാരംഭിച്ച വീട് നിർമ്മാണം വേതനം വാങ്ങാതെ നിർമ്മിച്ചു നൽകാൻ കരാറുകാരനും തയ്യാറായപ്പോൾ ഈ കുടുംബത്തിന് അടച്ചുറപ്പുള്ള വൈദ്യുതി കണക്ഷനുള്ള കൊച്ചു വീട് പൂർത്തിയാവുകയായിരുന്നു. K. രാധാകൃഷ്ണൻ MPയും K. ബാബു MLAയും ചേർന്ന ജനുവരി 25-ന് വീടിന്റെ താക്കോൽദാനം നിർവഹിക്കും. ഇതിനു മുന്നോടിയായാണ് സ്കൂൾ അധികൃതരും PTA ഭാരവാഹികളും വിദ്യാർത്ഥികളും വീട് സന്ദർശനം നടത്തിയത്. PTA പ്രസിഡന്റ് C. രഞ്ജിത്ത്, പ്രധാനാധ്യാപിക PN ബിന്ദുകല, മാനേജർ P. ശിവദാസ് മേനോൻ, മദർ PTA പ്രസിഡന്റ് A. ഫസീല, PTA വൈസ് പ്രസിഡന്റ് V. ലക്ഷ്മണൻ, PTA എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മാധവൻ, ജയപ്രകാശൻ, രഞ്ജുഷ, അനില, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരാണ് കൊച്ചു വീട് സന്ദർശിച്ചത്. സുമനസുകളുടെ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർക്ക് ഒരു വീട് നിർമ്മിക്കുക എന്നുള്ള ലക്ഷ്യം ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നു. കുറച്ച് പണികൾ കൂടി ഇതിനകത്ത് ചെയ്യാനുണ്ട്. എന്തു തന്നെ ആയാലും നമ്മൾ ഈ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളോട് സമീപിച്ചപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരം പ്രചരണ പരിപാടികൾ നടത്തുകയും എല്ലാ ആളുകളും GPay നൽകിക്കൊണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള തുകകൾ GPay നൽകിക്കൊണ്ട്, അതോടൊപ്പം തന്നെ മെറ്റീരിയൽ ഇത് നിർമ്മിക്കുന്നതിനുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ എല്ലാവരും സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഉദ്ദേശം ഈ കുട്ടികൾക്ക് കറണ്ട് ഒക്കെ എടുത്തുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ടീച്ചേഴ്സ് പറയുന്ന ഹോംവർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനും മറ്റുള്ളൊരു സൗകര്യം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുള്ളത്. എന്തു തന്നെയായാലും ഇപ്പോൾ അതൊരു സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സഹകരിച്ച മുഴുവൻ സുമനസ്സുകൾക്കും PTAയുടെ ഭാഗത്തു നിന്നും അധ്യാപകരുടെ ഭാഗത്തു നിന്നും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും വളരെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. സുമലതയ്ക്കും മക്കൾക്കും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനൊപ്പം കുട്ടികളുടെ പഠനം സുഗമമാക്കാൻ വെളിച്ചമുള്ള ഒരു കൊച്ചുവീട് നിർമ്മിക്കുക എന്ന ലക്ഷ്യം പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് സ്കൂൾ അധികൃതരും കുട്ടികളും. ഗൃഹസന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വരികയും നമ്മുടെ സ്കൂളിലെ 3 കുട്ടികളുടെ വീടിൻ്റെ അവസ്ഥ മനസ്സിലാക്കുകയും അത് PTAയ്ക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ PTA ആ ദൗത്യം ഏറ്റെടുക്കുകയും PTA പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ, വികസന സമിതി രൂപീകരിച്ചുകൊണ്ട് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. അവർ നല്ലൊരു വീട്ടിൽ താമസിച്ച് കാണുന്നത് നമുക്കേവർക്കും നാട്ടുകാർക്കും സ്കൂളിലെ എല്ലാവർക്കും ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ്. അതുകൊണ്ട് എല്ലാവരുടെ സഹകരണത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.